5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അങ്ങനെ സംസാരിച്ച് നാവ് കൊണ്ട് പിഴയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ PC ജോർജ് നാവ് കൊണ്ട് ജീവിക്കുന്ന ആളാണ്, ജാവ് കൊണ്ട് പിഴയ്ക്കുന്ന ആളുമാണ്. നമ്മുടെ അൻവർ അതുപോലെ നാവ് കൊണ്ട് മുറിവേൽപ്പിക്കുന്ന ആളാണ്. മറ്റുള്ളവർക്ക് CD സച്ചിനെതിരെയൊക്കെ വലിയ മുറിവേൽപ്പിച്ച ആളാണ്. ഇപ്പോഴിതാ നമ്മുടെ ജോൺ ബ്രിട്ടാസ് ചെന്ന് പെട്ടിരിക്കുകയാണ്. അത് സുരേഷ് ഗോപിയുമായിട്ട് കൊരുത്ത്, പാർലമെൻറ്റിലും രാജ്യസഭയിലും ഒക്കെ കൊരുത്ത്, അത് വേറെ വിഷയമാണ്. അത് പിന്നെ പൊതുവിഷയങ്ങളാണ്. ഇപ്പോൾ ഒരു മതപരമായ വിഷയത്തിൽ നമ്മുടെ ജോൺ ബ്രിട്ടാസ് ചെന്ന് പെട്ടിട്ടുണ്ട്. പെന്തക്കോസ്തുകാരുടെ പാട്ടിന് അരോസരമുണ്ടാക്കുന്നു. എൻ്റെ പൊന്ന് ബ്രിട്ടാസെ, നിങ്ങൾ ഏത് രാജ്യത്താണ് താമസിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും എത്ര തവണയാണ് ആളുകളോട് പറയുന്ന ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച്? ഇവിടെ ചുംബന സമരത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന ആളാണ് ബ്രിട്ടാസ്. ഇവിടെ അമ്പലത്തിലല്ല ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന് പറയുന്ന ആളാണ് ബ്രിട്ടാസ്. ഇവിടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സകല പിന്തിരിപ്പൻ പരിപാടികളും വേണമെന്ന് പറയുന്ന ബ്രിട്ടാസ്, ജോൺ ബ്രിട്ടാസ്, ഈ കുറേ പാവപ്പെട്ട ആളുകൾ അവർ റൂമിൽ അടച്ചിരുന്നവർ പ്രാർത്ഥിക്കുന്നു. അവർ ഉച്ചത്തിൽ പ്രാർത്ഥിക്കട്ടെ. അമ്പലങ്ങളിൽ മണിയടിക്കുന്നില്ലേ? വളരെ ഉച്ചത്തിലല്ലേ മണിയടിക്കുന്നത്? ചെണ്ടയടിക്കുന്നില്ലേ? പൂരം നടത്തി, തൃശ്ശൂർ പൂരം എന്തൊരു ബഹളമാണ്, വെടിക്കെട്ടില്ലേ? അതുപോലെ പള്ളികളിൽ 5 നേരം, മുസ്ലിം പള്ളികളിൽ 5 നേരമല്ലേ ബാങ്ക് വിളിക്കുന്നത്? രാവിലെയും വൈകിട്ട് 5 നേരം നിസ്കരിക്കുന്നു. 5 നേരമല്ല, രാവിലെയും വൈകിട്ടും ബാങ്ക് വിളിയില്ലേ? 5 നേരം ബാങ്ക് വിളിയില്ല, രാവിലെയും വൈകിട്ടും ബാങ്ക് വിളിയില്ലേ? 5 നേരം നിസ്കാരമില്ലേ? അതൊക്കെ ഓരോ. പിന്നെ ഗുരുദ്വാരകളിൽ പോയി നോക്കൂ, എന്തൊരു ബഹളമാണ്. മാതാമൃതാനന്ദമയി അമ്മയുടെ അവിടെ പോയി നോക്കൂ, സദ്ഗുരുവിൻ്റെ അവിടെ പോയി നോക്കൂ. സദ്ഗുരുവൊക്കെ ഈ ശിവരാത്രിയൊക്കെ ആഘോഷിക്കുന്നത് വലിയ ബഹളത്തോടു കൂടിയല്ലേ ആഘോഷിക്കുന്നത്. അപ്പോൾ അതൊക്കെ താങ്കൾക്ക് എങ്ങനെ അലോസരമാവും? താങ്കൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? അപ്പോൾ തിരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ചെറിയൊരു സ്റ്റേറ്റായ കേരളത്തിലെ കടലോര പ്രദേശത്ത് അടുത്ത് കിടക്കുന്ന ചെറിയൊരു സംസ്ഥാനത്തിലെ ചെറിയൊരു ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ രാജ്യസഭാ മെമ്പറായ താങ്കൾ ഇതാണ് ഇവിടുത്തെ മതസംഘടനകൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യമെങ്കിൽ, താങ്കളോ താങ്കളുടെ പാർട്ടിയോ വലിയ രീതിയിൽ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ചൈനയിൽ ചെയ്തതുപോലെ, സോവിയറ്റ് റഷ്യയിൽ ചെയ്തതുപോലെ പള്ളികളെല്ലാം അടച്ചിടില്ലേ? അമ്പലങ്ങളെല്ലാം നിങ്ങൾ ഇടിച്ചു നിരത്തില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ചൈനയിൽ ടിയാൻമെൻ സ്ക്വയറിൽ ചെയ്തതുപോലെ അവിടുത്തെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന പോലെ ചൈന പാകിസ്ഥാന് ആയുധമൊക്കെ കൊടുക്കുന്നു. പാകിസ്ഥാനോട് ഇന്ത്യക്കാരെ അടിച്ചോ എന്ന് പറഞ്ഞ് മൂട്ടിക്കൊടുക്കും. പക്ഷേ അവിടുത്തെ മുസ്ലിങ്ങളെ, അവിടെ താമസിക്കുന്ന മുസ്ലിങ്ങളെയും പള്ളികളെയും ഒക്കെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചൈന അനുവദിക്കാത്ത സ്വാതന്ത്ര്യം കമ്മ്യൂണിസ്റ്റുകാർ തീർച്ചയായിട്ടും മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ജാതിയിൽ വിശ്വസിക്കുന്നു? ഇല്ല. നിങ്ങൾ ആരാധനയിൽ വിശ്വസിക്കുന്നു? ഇല്ല. പക്ഷേ താങ്കൾ ഒരു അടി കഴിഞ്ഞ ദിവസം പോയി അടിച്ചു. ഞാൻ ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനിയായ ഞാൻ സന്തോഷത്തോടു കൂടി കേരളത്തിൽ കഴിയുന്നു എന്ന് ലോകരാജ്യങ്ങളിൽ പോയി, പല രാജ്യങ്ങളിലും താങ്കൾ പോയി അടിക്കുന്നുണ്ട്. കേരളത്തിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും സുരക്ഷിതമായി ജീവിക്കുന്നു. ഉദാഹരണം ഞാൻ തന്നെയാണ്, ഞാൻ ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറഞ്ഞു. താങ്കൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. പോട്ടെ, താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച് താഴേന്ന് വരാത്തതിൻ്റെ എല്ലാ കുശുമ്പും കുന്നായ്മയും കുഴപ്പവും കാണുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ ചെന്നുപെട്ടിരിക്കുന്നത് പുതിയൊരു വിവാദത്തിലാണ്. അവർ റൂമടച്ച്, അവർ വലിയ ഹാളുകൾ, അവരുടെ സ്വന്തം പൈസ കൊടുത്തോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളിൽ നിന്ന് പണം വാങ്ങിയോ, അവർ വലിയ ഹാള് കെട്ടി അവിടെ അവർക്ക് ഇഷ്ടമുള്ള വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് അവർ വന്ന് പ്രാർത്ഥിക്കട്ടെ. അവർ അത് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയോ ശബ്ദത്തിൽ പ്രാർത്ഥിക്കുകയോ അവർ ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തോട്ടെ. മറ്റുള്ളവർക്കൊരു ശല്യമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥനാ സ്വാതന്ത്ര്യം ഒരു വശത്ത് പറയുന്നു. എല്ലാ പ്രാർത്ഥനയും നിശബ്ദമായി എവിടെയെങ്കിലും പ്രാർത്ഥനയുണ്ടോ? ഹിന്ദുക്കളിലെ ആചാരങ്ങളിലും ഹോമവും പിന്നെ പൂജയും അർച്ചനയും എല്ലാം ഉള്ളതാണല്ലോ. അമ്പലങ്ങളിലൊക്കെ നല്ല ബഹളം നടക്കുന്നതല്ലേ. ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ബഹളമാണ്, ആൾക്കൂട്ടവും ബഹളമല്ലേ. അതുപോലെ തന്നെ പള്ളികളിൽ വയ്ക്കുന്ന ബാങ്ക് വിളി, ഉത്സവപ്പറമ്പുകളിൽ വയ്ക്കുന്ന മൈക്ക് സെറ്റ്, ഇതെല്ലാം ശബ്ദമാണ്. അപ്പോൾ അതിലൊന്നും താങ്കൾക്കൊരു പരാതിയില്ല. താങ്കൾ അതിനെതിരെയൊക്കെ വല്ലതും പറയുന്നുണ്ട്. പെന്തക്കോസ്തുകാരെ മാത്രം താങ്കൾ പിടിച്ചത് വല്ലാത്തൊരു പിടിയായിപ്പോയി. പാവങ്ങളാണവർ, അവരെ വിട്ടേക്കുക. അവർ പ്രാർത്ഥിക്കുകയോ അവർ യേശുവിൽ അഭയം പ്രാപിക്കുകയോ പിന്നെ യേശുവിനെ അവർ സ്നേഹിക്കുകയോ യേശു അവരെ സ്നേഹിക്കുകയോ അവരെന്തോ ചെയ്തോട്ടെ, അവരുടെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും. ദയവായി അവരെ വിട്ടേക്കുക. നിങ്ങൾ നിരുപാധികം മാപ്പ് പറയണം. ഇത്തരം കാര്യങ്ങളിലൊന്നും താങ്കൾ അഭിപ്രായം പറയാൻ പോകരുത്. അഭിപ്രായം പറയുമ്പോൾ ഒരു ഭയമുണ്ടാകും. നമ്മുടെ രാജ്യത്തിൽ താമസിക്കുന്ന വിശ്വാസികളായ ആളുകൾക്കൊരു ഭയമുണ്ടാകും. അത് ശബരിമല സീസണിൽ ശബരിമലയിൽ ആചാരലംഘനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോൾ ഹിന്ദുക്കൾക്കൊരു ഭീതി ഉണ്ടായി. ഇപ്പോൾ ഇതാ ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗമായ പെന്തക്കോസ്തുകാർക്കും ഒരു ഭീതി ഉണ്ടാക്കുന്ന നിലയിലാണ് താങ്കളുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. താങ്കൾ ഇപ്പോൾ പഴയ കൈരളി ചാനലിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിലെയോ MDയോ അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തനോ റിപ്പോർട്ടറോ അല്ല. താങ്കൾ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട MP ആണ്. ആ നിലവാരത്തിലേക്ക് താങ്കൾ ഉയരണം. താങ്കൾ അടിയന്തരമായ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. ആർക്കെങ്കിലും ഒരാളെയും മാനസികമായി ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾ ലെനിൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു പെൺകുട്ടി, സോവിയറ്റ് റഷ്യയിൽ ഒരു പെൺകുട്ടി ലെനിനെ കാണണം, അസുഖമായി കിടന്നപ്പോൾ ലെനിനെ കാണണമെന്ന് പറഞ്ഞ് കത്തെഴുതി. സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റായ ലെനിൻ ആ പെൺകുട്ടിയെ കാണാൻ ചെന്നപ്പോൾ പെൺകുട്ടി പറഞ്ഞത്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ,
മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടി മരിച്ചുപോയി. എന്നാലും ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ ലെനിൻ പ്രാർത്ഥിച്ചു, മുട്ട് കുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം പത്രപ്രവർത്തകർ ചോദിച്ചു, താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, എന്തിനാണ് ആ പെൺകുട്ടിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചത് ചോദിച്ചപ്പോൾ ലെനിൻ പറഞ്ഞൊരു വാചകമുണ്ട്, എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഇത് കേട്ടിരിക്കണം, പ്രത്യേകിച്ച് ജോൺ ബ്രിട്ടാസ്. ആ ലെനിൻ പറഞ്ഞത്, ഞാൻ അവിശ്വാസി തന്നെയാണ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, ഞാൻ മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, പക്ഷേ ആ പെൺകുട്ടി അവസാന സമയത്ത് ആ പെൺകുട്ടിക്ക് ഒരു ആഗ്രഹം ജീവിക്കണമെന്നുണ്ട്, ഒരുപക്ഷെ എൻ്റെ പ്രാർത്ഥന കൊണ്ട് ആണ് ആ കുട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് വിചാരിച്ചാൽ ആ കുട്ടി ജീവിച്ചോട്ടെ എന്ന് കരുതി ആണ് ഞാൻ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് വേണ്ടി ചെയ്ത പ്രാർത്ഥനയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ വിശ്വാസിയായി എന്നല്ല. അങ്ങനെ ലെനിന് പറയാൻ കഴിയുമെങ്കിൽ, അങ്ങനെയാണ് ഒരു ജീവനെ രക്ഷിക്കാൻ ലെനിൻ ശ്രമിച്ചതെങ്കിൽ, നമ്മുടെ കുട്ടി സഹാക്കൾ ഇതൊക്കെ കണ്ടുപഠിക്കുക. എതിർത്തും തല്ലിയും ഒന്നുമല്ല ഇവിടെ മതവും ജാതിയും ഒന്നും ഇല്ലാതാക്കുന്നത്. അത് പുതിയൊരു സംസ്കാരമാണ്. സാംസ്കാരികമായിട്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഉന്നമനം ഉണ്ടാകുമ്പോൾ അവർ വേണമെങ്കിൽ സ്വീകരിക്കും, വേണ്ടെങ്കിൽ അവർക്ക് വേണ്ട.